ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസിൽ മാത്രമൊന്നുമല്ല കേട്ടോ. ഇത് ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങൾ മാത്രം ഉദാഹരണത്തിന് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വേടനെതിരെ പരാതികൾ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു തലക്കെട്ടുകൾ, എന്തൊക്കെയായിരുന്നു ചർച്ചകൾ, എങ്ങനെയായിരുന്നു സ്റ്റോറികളൊക്കെ ഉണ്ടായിരുന്നത്. അതേ വേടനെതിരെയുള്ള ഈ ആരോപണം കോടതി ജാമ്യം നൽകി അത് കഴിഞ്ഞതോടുകൂടി പിന്നെ ആ ചർച്ചയില്ല എന്ന് മാത്രമല്ല, വേടൻ ഈ പറയുന്ന ചാനലുകളിലൊക്കെ അവരുടെ ഫ്ലോറുകളിലടക്കം കയറി നിരങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ദിലീപ് വിഷയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കണ്ടപ്പോൾ ഇവർക്ക് വല്ലാത്ത കുരുപൊട്ടൽ. എന്താ കാര്യം? ദിലീപിനെതിരെ അത്രയും അഹോരാത്രം പണിയെടുത്ത ആളുകളാണ് കേരളത്തിലെ മാപ്രകൾ എന്ന് പറയുന്നത്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ കോടതിക്ക് മുന്നിൽ തെളിവുകളില്ല. കോടതിക്ക് മുന്നിൽ ഈ പറയുന്ന അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ വന്നിട്ട് ഉറങ്ങുകയാണ്. ആകെ കോടതിയിൽ ഹാജരായത് എത്രയും വർഷത്തിനിടയിൽ 10 തവണ മാത്രം. ആ 10 തവണയും കോടതിയിൽ വന്നിരുന്നു ഉറങ്ങുകയായിരുന്നു അതിജീവിതയുടെ അഭിഭാഷക. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ അജണ്ടകൾ പൊളിഞ്ഞു വീഴുമ്പോൾ, ഇവർ നടത്തിയ കുപ്രചരണങ്ങളും വ്യാജങ്ങളും പൊളിഞ്ഞു വീഴുമ്പോൾ ഇവർക്ക് വലിയ വേദനയാണ്, ഇവർക്ക് വല്ലാത്ത കുരുപൊട്ടലാണ്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും. ഈ പരാതിക്ക് പ്രതികൂലമാകുന്ന രീതിയിലുള്ള ഒരു വാർത്തകളും, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന ഒരു വാർത്തകളും ഇവരാരും എവിടെയും കൊടുക്കൂല. മറിച്ച് അത് കൊടുക്കാതിരിക്കുന്നത് എന്തിനാ? അപ്പോഴേ ഇത് പറയാൻ പറ്റുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി, രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിസന്ധി, രാഹുലിന് മുന്നിൽ ഇനി വേറെ വലിയ ഓപ്ഷനുകളില്ല, ആകെ കുടുങ്ങി, അയാൾ തീർന്നു, തകർന്നു, ആകാശം ഇടിഞ്ഞു വീണു. ഇതായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതും കാണിച്ചതും.